പ്രധാനപ്പെട്ട കോൺഗ്രസിന്റെ മുഖമായി യുവമുഖമായ റോജി എം ജോൺ നമ്മോടൊപ്പം ചേരുകയാണ്. ഗുഡ് ആഫ്റ്റർനൂൺ റോജി എം ജോൺ. നമുക്കറിയാം ഇനി ഇതാ മണിക്കൂറുകളേ ഉള്ളൂ. നെഞ്ചിരിപ്പൊന്നും ഇല്ല എന്നെനിക്കറിയാം. മുഖത്ത് നല്ല ചിരിയോടെയാണ് ഇരിക്കുന്നത്. വലിയ ആത്മവിശ്വാസം ഉണ്ട് അല്ലേ? തീർച്ചയായിട്ടും നമുക്കങ്ങനെ ആശങ്കയൊന്നുമില്ല. തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. മികച്ച വിജയം, പ്രത്യേകിച്ച് കഴിഞ്ഞ തവണത്തേക്കാൾ മികച്ച വിജയം ഉണ്ടാകുമെന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും കണക്കൂട്ടൽ. ശരി, അപ്പോൾ ഒരു സീറ്റ് പ്രവചനമൊക്കെ അങ്ങനെ അത്തരത്തിൽ എന്തെങ്കിലും നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്? ഇപ്പോൾ ആദ്യമൊക്കെ ഒരു 100 സീറ്റ് എന്നൊക്കെ പറഞ്ഞു UDF ക്യാമ്പിൽ നിന്ന്, അങ്ങനെയായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ മുതൽ കഴിഞ്ഞ ഒരു 2-3 ദിവസമായിട്ടൊക്കെ കേൾക്കുന്നത് ഒരു 80-85 മാക്സിമം, അത്ര വേവടിച്ചാൽ മാത്രം ഒരു 90 എന്നുള്ളതൊക്കെയാണ്. അത് തന്നെയാണോ റോജിയുടെയും കണക്ക്? അല്ല, ഞങ്ങൾ ഒരു വലിയൊരു വിജയം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും കണക്കുകൂട്ടൽ. കാരണം 10 വർഷമായിട്ട് അധികാരത്തിലിരിക്കുന്ന സർക്കാരിനെതിരായിട്ടുള്ള വലിയ ഒരു ജനവികാരമുണ്ട്. ജനങ്ങൾ ഒരു ഭരണമാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. ഭരണമാറ്റം ആഗ്രഹിക്കുന്ന ജനങ്ങളുടെ ആഗ്രഹത്തിനൊത്ത് ഉയരാനായിട്ട് ഐക്യജനാധിപത്യ മുന്നണി പരിശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ വികാരം ഏറ്റെടുത്തുകൊണ്ട് ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുമ്പോൾ അത്തരത്തിലുള്ള ഒരു റിസൾട്ടായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുന്നത്. അതുകൊണ്ട് നല്ലൊരു വിജയം, ഞങ്ങൾ 100 സീറ്റുകൾ നേടും എന്ന് UDF നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. എന്തായാലും അതിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ് കണക്കുകൂട്ടൽ. നല്ലൊരു റെക്കോർഡ് വിജയം ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ UDF ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രതീക്ഷ. അതിൽ മാറ്റം ഉണ്ടാവില്ല. നാളെ നമുക്ക് ഈ സമയം പറയാലോ. റോജി, നാളെ വോട്ടെണ്ണുമ്പോൾ എവിടെ ഉണ്ടാകും? മണ്ഡലത്തിൽ തന്നെ ഉണ്ടാകുമോ അതോ മറ്റെവിടെയെങ്കിലും സീനിയർ നേതാക്കൾക്കൊപ്പം ഇരുന്ന് ഇതൊക്കെ ഒന്ന് കാണാനാണോ ആഗ്രഹം? എവിടെയായിരിക്കും? ഞാൻ സാധാരണ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും ഞങ്ങളുടെ വോട്ടെണ്ണൽ നടക്കുന്ന ആലുവ UC കോളേജിലാണ്. അപ്പോൾ രാവിലെ ആളുകൾ, പോളിംഗ് ഏജന്റുമാരൊക്കെ വോട്ടെണ്ണലിന് കയറുന്നതിന് മുമ്പ് ഞങ്ങളെല്ലാവരും അവിടെ UC കോളേജിൻ്റെ അടുത്ത് കാണുന്ന ഒരു രീതിയുണ്ട്. അവിടെ വെച്ച് കണ്ട് അവിടെ വെച്ച് എല്ലാവരും ഒരുമിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കൗണ്ടിങ് ഏജന്റുമാരൊക്കെ കൗണ്ടിങ് സ്റ്റേഷനിലേക്ക് പോകും. ഞാൻ സാധാരണ കൗണ്ടിങ്ങിന് പോകാറില്ല. പിന്നീട് തിരിച്ച് അങ്കമാലിയിൽ വന്ന് അങ്കമാലിയിൽ ഇരുന്നാണ് റിസൾട്ട് കാണാറുള്ളത്. അപ്പോൾ ഇത്തവണയും അങ്ങനെ തന്നെയാണ് ആലോചിക്കുന്നത്. ഞങ്ങളെല്ലാവരും അങ്കമാലിയിലുണ്ടാവും. ഞങ്ങളുടെ MP ശ്രീ ബെന്നി ബെഹനാൻ, അദ്ദേഹവും അങ്കമാലിയിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഞങ്ങളൊക്കെ ഒരുമിച്ചായിരിക്കും ഇത്തവണ റിസൾട്ട് കാണാനുണ്ടാവുക. റോജി, തിരക്കുണ്ടെന്നറിയാം. ഒരു ചോദ്യം കൂടി ചോദിക്കട്ടെ. നേരത്തെ റോഷിപാൽ പറയുകയായിരുന്നു UDF അധികാരത്തിലെത്തിയാൽ മന്ത്രിസഭയിലേക്ക് ആരൊക്കെ എന്നുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ടെന്ന്, യുവാക്കളെയൊക്കെ കാര്യമായി പരിഗണിക്കുന്നുണ്ട്. റോജി എം ജോണും ആ പട്ടികയിലുണ്ട് എന്നതാണ് പറയുന്നത്. എന്താണ് പ്രതീക്ഷകൾ? KPCC ആസ്ഥാനത്തൊക്കെ പന്തലൊക്കെ ഒരുങ്ങിക്കഴിഞ്ഞു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ആളുകൾ അങ്ങനെ പലതും പറയാറുണ്ട്. മാധ്യമങ്ങളിൽ പല വാർത്തകളും ഞാൻ കാണാറുണ്ട്. ചില മാധ്യമങ്ങളൊക്കെ എന്നെ ഇടയ്ക്ക് KPCC പ്രസിഡന്റ് ആക്കിയിരുന്നു. ചിലർ മന്ത്രിമാരാക്കിയിട്ടുണ്ട്. ചില ആളുകൾ പലർക്കും വകുപ്പുകളൊക്കെ നിശ്ചയിച്ചു കൊടുത്തു. എനിക്ക് പറയാനുള്ളത്, അതൊക്കെ തീരുമാനിക്കാനുള്ള അവകാശം നിങ്ങൾ ദയവ് ചെയ്ത് ഞങ്ങൾക്ക് തരണം. ഞങ്ങൾ നാളെ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നതിന് ശേഷം കോൺഗ്രസ് പാർട്ടിക്കും UDF മന്ത്രിമാരെയും മറ്റ് മുഖ്യമന്ത്രിയെയും ഒക്കെ തീരുമാനിക്കുന്നതിന് അതിൻ്റേതായിട്ടുള്ള വ്യവസ്ഥാപിതമായിട്ടുള്ള സംവിധാനങ്ങളും രീതികളും ഒക്കെ ഉണ്ട്. അതൊക്കെ അനുസരിച്ച് കൃത്യമായ തീരുമാനങ്ങൾ ഉണ്ടാവും. ഞങ്ങളുടെ മുമ്പിൽ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, അത് കോൺഗ്രസിന്റെ UDF ഒരു ഗവൺമെന്റ്. ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടതിനകത്തൊന്നും നിങ്ങൾ ആരും ആശങ്കപ്പെടേണ്ട കാര്യമില്ല. അതിനകത്തൊക്കെ വളരെ കൃത്യമായിട്ടാണ് ഞാനത് പറഞ്ഞത്. നമ്മളതിനകത്ത് ആരും മുഖ്യമന്ത്രിയാക്കണമെന്നോ അല്ലെങ്കിൽ മന്ത്രിയാക്കണമെന്നോ ഒന്നും ഞങ്ങളാരും പറഞ്ഞിട്ടില്ലല്ലോ. നിങ്ങൾ ആ ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ എവിടെയും അത്തരത്തിലുള്ള അതൊക്കെ, കാരണം കോൺഗ്രസ് പാർട്ടിയിൽ എങ്ങനെയാണ് ഇത്തരം സ്ഥാനമാനങ്ങളൊക്കെ തീരുമാനിക്കപ്പെടുക എന്ന് ഏറ്റവും കൃത്യമായി അറിയാവുന്ന ഒരാളാണ് ഞാൻ. പ്രത്യേകിച്ച് ഞാൻ AICC സെക്രട്ടറി കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ആ സംഘടനാ രീതികളെ കുറിച്ചൊക്കെ കൃത്യമായ ബോധ്യമുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ കൃത്യമായി ആലോചിച്ച് പാർട്ടി ഉചിതമായ തീരുമാനങ്ങളും നടപടികളും എടുക്കും. എന്തായാലും ഞാൻ പറഞ്ഞുവല്ലോ, ഞങ്ങളുടെയൊക്കെ ആ മുമ്പിലുള്ള ഒറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കേരളത്തിൽ LDF ദുർഭരണം അവസാനിപ്പിച്ചുകൊണ്ട് UDF കോൺഗ്രസിൻ്റെ ഒരു ഭരണം കേരളത്തിൽ തിരികെ വരിക എന്നുള്ളതാണ്. അതിനകത്ത് മറ്റ് സ്ഥാനമാനങ്ങൾക്കോ അല്ലെങ്കിൽ അതിനകത്ത് വ്യക്തികൾക്കോ ഒന്നും പ്രസക്തിയില്ല. അതൊക്കെ രണ്ടാമത്തെ കാര്യമാണ്. എന്തായാലും ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു ഭരണമാറ്റമാണ്. ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഭരണമാറ്റമാണ്. ആ ഭരണം തിരികെ കൊണ്ടുവരിക എന്ന ഒറ്റ ലക്ഷ്യത്തിൽ തന്നെയാണ് ഞങ്ങൾ എല്ലാവരും പ്രവർത്തിച്ചിട്ടുള്ളത്. അതിനുശേഷമുള്ള കാര്യങ്ങളൊക്കെ പാർട്ടി അത് കൃത്യമായി ആലോചിച്ച് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കും. ശരി, താങ്ക് യു റോജി എം ജോൺ. നാളെ നമുക്ക് വീണ്ടും ഈ സമയത്ത് കണ്ടുമുട്ടാമെന്ന് പ്രതീക്ഷിക്കുകയാണ്. എല്ലാ ആശംസകളും. റോജി എം ജോൺ അങ്കമാലി MLA ആണ് ചേർന്നത്. നമുക്കറിയാം അദ്ദേഹത്തിന് ഏതായാലും ഒരു ഷുവർ സീറ്റ് എന്നൊക്കെയാണ് അങ്കമാലി ഉള്ളത്. പറയാം, കണ്ണൂരിൽ നിന്ന് അങ്കമാലിയിലെത്തി അങ്കമാലിക്കാരനായി മാറിയ റോജി എം ജോൺ പ്രിയങ്കരനാണ്.